പട്ടിയെത്തി. അർജുൻ, എന്താണോ? അവർത്തി ചവിട്ടിയപ്പോ ഷൂസിന്റെ ആണി കാലേ കയറി സാർ. ഒരു സീനിയർ ഓഫീസറെ കാണുമ്പോൾ സല്യൂട്ട് ചെയ്യാൻ മൂലംകുഴിയിൽ പ്രഭാരൻ എന്താ ഒരു പ്രന്യാസം? പലതവണയായി താൻ ഇത് ആവർത്തിക്കുന്നു, ഞാനത് ശ്രദ്ധിക്കുന്നു. മരുമോന്റെ മുമ്പിൽ സല്യൂട്ട് ചെയ്യാൻ അമ്മായി അച്ഛന് ചമ്മല. ഡ്യൂട്ടിക്കിടയിൽ എനിക്ക് ബന്ധമില്ല. അല്ലാത്തപ്പോഴും come on salute me. ബെൽറ്റ് മുറുകെ പിടിച്ചോളൂ. സാർ ഇവനെ തിരിച്ച് സല്യൂട്ട് ചെയ്യാത്തോണ്ടാ. സാറിനേക്കാൾ റാങ്ക് ഇവനാ. സർക്കിളാ. ഒന്ന് സല്യൂട്ട് ചെയ്തു. സെർച്ചിന് റെഡിയല്ലേ? സർ. പട്ടിയുടെ കേരളത്തിൽ ഒരുപാട് ഞെളിയാതെ സർക്കിളിനെ വിളിച്ചോണ്ട് പാടോ. ഇപ്പൊ കടിച്ചു പറിച്ചേനെ. എന്റെ മോള് വിധവയാവില്ലോ എന്ന് വിചാരിച്ചാ, അല്ലെങ്കിൽ എന്നെ അവനെ ബോംബെറിഞ്ഞ് കൊന്നേനെ. ചതിച്ച ബോംബെന്തെന്നാ തോന്നണം. അയ്യോ അയ്യോ, അജ്ഞാത ഭീകരൻ. ഓടരുത്. ഓടത്തില്ല. വെടിവെക്കരുത്. വന്ദേ മാതരം, വന്ദേ ആരേട്ടാ മോള് വിധവയാവുന്ന തോന്നുന്നു. വന്ദേ മാതരം. പീതാംബരൻ സാറ് ഇവർ പ്രാന്താണ്. ഉണ്ടകളൊന്നും കൊണ്ടില്ലേ? പിടിക്കവനെ. എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. മാണിക്യമംഗലത്ത് ശങ്കരമേനോൻ മകൻ രവിമേനോനായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് നിർവ്യാജമായ കൂറും വിശ്വസ്തതയും പുലർത്തുമെന്നും ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമായതൊഴികെ നിയമമനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. പെട്ടെന്ന് എങ്ങനെ തൊപ്പിയിൽ ഓട്ടം വീണു? നിങ്ങളുടെ ചോദ്യങ്ങൾ ജനുവിനാണെങ്കിൽ എന്റെ മറുപടി എളുപ്പമാവും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന അങ്ങ് പെട്ടെന്ന് കേരള മുഖ്യമന്ത്രിയാകാനുണ്ടായ സാഹചര്യം? ഹൈക്കമാൻഡ് തീരുമാനിച്ചു, ഞാനതനുസരിച്ചു. ആരൊക്കെയാണ് പുതിയ മന്ത്രിമാർ? വഴിയെ അറിയിക്കാം. കേന്ദ്രത്തിൽ വെച്ച് 2 വട്ടം വധഭീഷണി ഉണ്ടായ അങ്ങയ്ക്ക് വേണ്ടി വൻ പ്രൊട്ടക്ഷൻ ആണല്ലോ കേരള പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ആണോട് സർ, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നാളെ ഇവരൊക്കെ എഴുതും, പുതിയ മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് വാഹനങ്ങളുടെ നീണ്ട നിര, പ്രൊട്ടക്ഷനു വേണ്ടി ലക്ഷങ്ങൾ പൊടിപൊടിക്കുന്നു. എടോ, ഇത് കേരളമാണ്. ഒരു ജീപ്പ് മതി എസ്കോർട്ടായിട്ട്. സർ, അത് ഇറ്റ്സ് അവർ ഡ്യൂട്ടി. എന്നെ ആരെങ്കിലും കൊല്ലുമെന്ന് പേടിച്ചിട്ടാണോ? അങ്ങനെ ഒരാൾ കൊല്ലാൻ തുനിഞ്ഞിറങ്ങിയാൽ അതിൽ നിന്ന് രക്ഷിക്കാൻ ആർക്കാടോ കഴിയുക?
12B രാമകൃഷ്ണനും കുടുംബം ടൂർ പോയിരിക്കാം. കള്ളന്മാര് കയറാണ്ട് നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ SI പീതാംബരനുള്ളപ്പോ ഇവിടെ ഏത് കളറാടി കയറുന്നത്? വെയിറ്റ് ചെയ്യണം സാർ. ഏയ്, ഈ കാറ് പോരാതെ വരും. സാധനങ്ങൾ ഒരുപാടുണ്ടാവും. ഞാൻ ABTയുടെ പാർസൽ ലോറി പറഞ്ഞിട്ടുണ്ട്. ടാക്സി. സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. ബേട്ടി ആജ് നഹീ ബേട്ടി ഫിർ കിസി ദിൻ. മധുരം കഴിക്കല്ലേ എന്ന് പറഞ്ഞാൽ കേക്കില്ല. എന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ പോവാൻ മടി. ठीक है. മോനപ്പഞ്ച് ഇത് കറക്റ്റാ. കഥ ടച്ച്. Oh, 12B. This is too much. സാറേ, SI സാറേ, ഈ പൊട്ടര് ചെവി കേൾക്കാൻ പാടില്ല. പീതാംബരൻ സാറേ, ഇറങ്ങി വാ, ബോംബ് വെച്ചിട്ടുണ്ട്. എന്താ പീതാംബരൻ സാറേ, ബോംബ് വെച്ചിട്ടുണ്ട്. രമണി, എന്താ ഈ ബിൽഡിംഗിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ എടുത്തോ. ദൈവമേ, മിക്സി. ഈശ്വര, ഞാൻ എന്തൊക്കെ എടുക്ക ദൈവമേ. TV. ചേട്ടാ, ഇല്ല, ഇങ്ങ് വന്നേ. എന്താ ഇത് എടുക്കാൻ പറ്റുന്നില്ല. ചാവാൻ പോകുമ്പോഴ അവിടെ ആക്രാന്തം. കുഞ്ഞിനെ ഞാനിത് മറന്നു. മോനെ, എഴുന്നേക്കണം. അയ്യോ, എന്റെ ലൈറ്റ്. വരോ. അവിടെ നിങ്ങളുടെ പകുതി മീശ അവിടെ പോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മുഴുവൻ അടിച്ചിട്ട് താഴേക്ക് ഇറങ്ങിയാൽ മതി. അല്ലെങ്കിൽ നാണക്കെട്ട് മുഴുവൻ എനിക്ക് പറഞ്ഞേക്കാം. ചാമ്പലാകാൻ പോകുന്ന എന്തിനാടി കപ്പടാ മീശ? ബോംബ് പൊട്ടും, വേറെ സ്ഥലം കാലിയാക്കാം. പിള്ളേരെല്ലാം ഉണ്ടല്ലോ. ഒരു മനുഷ്യൻ ഒന്ന് മാറില്ല. ഒന്ന് എടുക്കോ? പിന്നെന്താ? എന്നെയല്ല, മുത്തശ്ശനെ. ഇതിനൊക്കെ ചത്തിട്ടെടുത്താ പോരെ. ഒരു മാസത്തേക്ക് ഇനി പണിക്ക് പോകണ്ട. എന്താ ഒരു ബഹളം? ഫ്ലാറ്റിലുള്ളൊരു മൊത്തം ടൂർ പോവുകയാണോ? കണ്ടെയ്നർ വിളിക്കേണ്ടി വരുമോ? എന്റെ ദൈവമേ, എന്താ എല്ലാരും ഓടുന്നത്? ഫ്ലാറ്റിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. ആദ്യം ജീവൻ താഴെ എത്തിക്കാൻ. ഇവിടുന്ന് താഴേക്ക് ചാടിയാ ജീവൻ മുകളിലേക്ക് പോകും. ഐഡിയ. നമ്മുടെ പുളിസോ ബെഡിനെ ഞാൻ സാൻഡ്വിച്ച് ആക്കും. ഓക്കേ. ഈശ്വര, പുറകെ ഉണ്ടായിരുന്ന ചോറുണ്ണും എടുത്തിട്ട് പോകുന്നു. എന്താണെന്ന് പറഞ്ഞ് ഇതെന്താ കൂട്ടം കേട്ടോ ആള് മത്സരം ഒഴിക്കുന്നു. സാറ് ഫാമിലി ആയിട്ട് ഓടി വന്നി. സാറേ, ബോംബ് പൊട്ടാൻ സമയമായി. ഇവിടെ വെച്ചിട്ടുണ്ടോ? ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അത് ഇവിടെ അല്ല, സിറ്റി ഹോസ്പിറ്റലിൽ. ചവിട്ടോട്ട് ചിരിക്കുന്ന സാറിന്റെ വീഴ്ച കണ്ടിട്ട് എന്റെ മീശയുടെ സൗന്ദര്യം നോക്കി നിൽക്കാണ്ട് താൻ ഡോട്ട് സ്കോഡും ബോംബ് സ്കോഡും വേഗം ആശുപത്രിയോട്ട് ചെല്ലോ. ഞാൻ ബാക്കി പഠിച്ചിട്ട് മനുഷ്യനെ നാറ്റിക്കാനായിട്ട്. ഈ കണ്ടീഷനിൽ ഇങ്ങനെ കൊണ്ട് ഞാൻ എങ്ങനെ പോകാനാ? ബോംബാറ്റം പൊട്ടിയാൽ ഞങ്ങളുടെ രണ്ടുപേരും പണി പോകും. ബോംബ് പൊട്ടി നിങ്ങളുടെ മാത്രമല്ല, അവിടെയുള്ള കംപ്ലീറ്റ് ആൾക്കാരുടെ പണിയും കഴിയും. എനിക്ക് പേടിയാവുന്നു. ഞാൻ മുങ്ങാൻ പോവാ. മുങ്ങാൻ പോവേ? ഇത് ആയിരങ്ങളുടെ ജീവന്റെ പ്രശ്നമാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പട്ടിയായിട്ട് നീ പട്ടിയായിട്ട് വന്ന കുറയ്ക്കാന്നല്ലാതെ മണത്ത് ബോംബ് കണ്ടുപിടിക്കാൻ പറ്റുമോ? അതല്ല, അച്ഛന് പകരം ഈ പട്ടിയെ കൊണ്ട് ഞാൻ വരാന്ന്. അതിന് നീ പോലീസാണോ? അങ്ങനെ പറഞ്ഞ അതിപ്പോ അല്ല, മാസ്കിന്റെ ഉള്ളിൽ കയറി എന്നെ ആരും തിരിച്ചറിയാനാ? എന്നാലും ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചത് ആരായിരിക്കും? ബോംബ് ഏത് രൂപത്തിലാണാവോ ഇരിക്കുന്നത്? നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല. ആ ഹെൽമെറ്റ് ഊരിന്റെ വല്ല കാര്യമുണ്ടോ? അപ്പൊ ഹെൽമെറ്റ് വെക്കണ തല്ലുകൊള്ളാതിരിക്കാനാവില്ലേ? അച്ഛൻ്റെ എന്തിനാ വണ്ടി നിർത്തിയത്? ആശുപത്രി എത്തിയിടോ. ഏത് മുറിയിലായിരിക്കും ബോംബ് വെച്ചിരിക്കുക? മോർച്ചറിയിലായിരിക്കും. ഈശ്വര, നിരപരാധികളായ എത്ര ഡെഡ് ബോഡികളാണ് മരിച്ചു വീഴാൻ പോകുന്നത്. നടക്കുന്നതിനിടയിൽ പൊട്ടിത്തെറി ഉണ്ടായാൽ ഒരു വലിയ ശബ്ദം കേൾക്കും. എന്നാ നമുക്ക് എഴഞ്ഞു നീങ്ങാം. കലികാലം പട്ടി നടക്കണു, മനുഷ്യനെഴണു.
ആ പോയത് മനുഷ്യബോംബാണോ? അവൾ അറിഞ്ഞാണ് വിട്ടിട്ടുണ്ട്. അത് ഈ മെഷീൻ വെച്ച് കണ്ടുപിടിച്ചോ? ഏയ്, നമ്മൾ താഴെയല്ലേ കിടക്കുന്നത്, മേലോട്ട് നോക്കിയാ പോലെ. ഞാൻ കണ്ട് മുക്കാണ്. ഹായ്, ഹലോ, എന്നെ മനസ്സിലായ? അതെ, ഇവിടെ ഭയങ്കര സംഭവം നടക്കാൻ പോവാ. കുട്ടി വേഗം വീട്ടിൽ പൊക്കോ. ഓക്കെ, സീ യു. ഞാൻ ചെറുപ്പത്തിൽ പോലും മുട്ടുകാലിൽ അറിഞ്ഞിട്ടില്ല. ബോംബ് ഈ മുറിയിലാൻ തോന്നുന്നു. ശബ്ദം കേട്ടില്ലേ? ബോംബ് ഈ മുറിയിലാണെന്ന് ഉറപ്പാണോ? എങ്കിൽ നമുക്ക് വേറെ മുറിയിലേക്ക് പോവാം. ചുമ്മാരി. ആരോ മുട്ടുന്നുണ്ട്. കാലനാണോ? അനുഗ്രഹിക്കൂ അപ്പൂപ്പേ. അല്ല അപ്പൂപ്പ. പേടിക്കണ്ട, ഇവിടെ ഒരു ടിക് 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 ശബ്ദം കേട്ടല്ലോ. ക്ലോക്കാ. ആരാ? എവിടുന്നാ? ഞങ്ങൾ ചന്ദ്രനിൽ നിന്ന് വന്നത്. ആരോടും പറയരുത്. ഈ ഹോസ്പിറ്റലിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. ഈശ്വര, ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടാ? ഈ വണ്ടിക്ക് ആരെങ്ങാട് പോയി? ഈ വണ്ടിക്ക് എന്നെ പോവാ. ഈശ്വര, ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലേ ബോംബ് വെച്ച ആരും? ഇവരൊന്നും അറിഞ്ഞില്ലാവോ? നാളെ ചവപ്പട്ടി കച്ചവടക്കാരൻ നല്ല കോളായിരിക്കും. എങ്ങോട്ടേ കാണാവോ? ആഴോട്ടാ. ഓഹോ, ഞാൻ സഹായിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇതെങ്ങോട്ടാ? മേപ്പോട്ടേക്കാ. എടോ, എനിക്ക് കൊണ്ട് താഴോട്ടാണോ? മേപ്പോട്ട് പോവാന്നേ. മേപ്പോട്ട് പോവാന്നേ. ഈശ്വര, ഇവിടെ മൊത്തം പൊട്ടി തരാൻ പോവാടോ. പൊട്ടി തകർന്നേ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുമിച്ച് കാണാ. അയ്യോ, ഞങ്ങൾ ഡോക്ടറാ. അയ്യോ, ആരും ഇങ്ങോട്ട് വരല്ലേ. എന്താടാ? നീ എവിടേക്ക് എന്നെ കൊണ്ട് പോണേ? 7B ഇവന്റെ ആരാ? कौन है? पता नहीं कौन है, देखो ना. ഹായ്. ഹോ, ഹാ, ഇതാണല്ലോ ഫ്ലാറ്റ് ആണല്ലോ. ഹോ, ഹേ, ഹാ. क्या चाहिए? ചായ. ഓ, എന്നാത്തിനാ? അത് ശരി, നീ പെൺപെട്ടി കാണാൻ വിളിച്ചാണല്ലേ? तुझे क्या चाहिए? ലുക്ക് മീന ബേട്ടി, എന്റെ കുത്ത കുട്ടിയുടെ കുത്ത തമ്മിൽ കാണാൻ കാണാൻ. എന്റെ കുത്തയ്ക്ക് ആക്രാന്ത് ആക്രാന്ത്. ഇവന് കല്യാൺ ജി ആനന്ദ് ജി. तू मेरी जूली को शादी करवाना चाहता है? ഹോ, അത് മനസ്സിലായി. നിന്റെ കാര്യം ഓക്കെ. ഇനി എന്റെ കാര്യം ഞാൻ എങ്ങനെ ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കണേ? യു നോ ഇംഗ്ലീഷ്? I don't know English. ഷോ, ഇതൊക്കെ പഠിക്കണ്ടേ? ലുക്ക് കുട്ടി, ദിസ് പട്ടി ആൻഡ് ദാറ്റ് പട്ടി വെരി മാച്ച്. ആൻഡ് ദിസ് പട്ടി, അയ്യോ ഞാൻ പട്ടിയല്ലേട്ടാ, ദിസ് കുട്ടി ആൻഡ് യു കുട്ടി, യു കുട്ടി वेरी वेरी मैच. अरे मेरे साथ ज्यादा खेल मत, तेरी बीमारी मैं बिल्कुल समझ गई. निकल जा यहाँ से. അങ്ങനെ പെട്ടെന്ന് അതും ഇതൊക്കെ പറഞ്ഞു. निकल जा. എന്താടാ അച്ഛാ?
മര്യാദയ്ക്ക് കീഴടങ്ങിയില്ലെങ്കിൽ പൊട്ടിക്കും ഞാൻ. ഒലക്കപൊട്ടി എന്താ സംഭവിക്കാന്നറിയോ? നിങ്ങളാ? നിങ്ങളെന്താ തോൽപ്പിയില്? ഇവിടുത്തെ താമസക്കാർ മാറി. നീ എന്താ ഇവിടെ? അല്ല, കുറച്ച് നാളുമ്പോ കുറച്ച് സമയം ഞാനിവിടെ താമസിച്ചിരുന്നേ. അപ്പൊ കുറച്ച് സാധനങ്ങൾ എല്ലാം കൂടി ഞാൻ പാക്ക് ചെയ്ത് വെച്ചിരുന്നു. എടുക്കാൻ മറന്നുപോയി. കൂടെ എന്നെ സ്വന്തം ടൂൾസും അതെടുത്തിട്ട് ഞാൻ അങ്ങോട്ട് പൊക്കോളാം. ഓഹോ, മോഷണാണല്ലേ? വിക്രമേട്ട 100 വിളിക്കേ. ആ 100 ക്യാഷ് ആയിട്ട് തന്നാ മതി. പൈസക്ക് ടൈറ്റാ. ജയിലിൽ നിന്ന് വന്നാണേ. നീ ജയിലിയാടിയോ? ആ, അവിടെ ഭയങ്കര കൊതുകിന്റെ ശല്യമൊന്നേ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഫുഡും മോശം. ഒരുമാതിരി കുറ്റവാളികളോട് പെരുമാറുന്ന പോലെ ഒരു പെരുമാറ്റോ. ജയിലിൽ നിന്റെ അമ്മായിച്ചന്റെ വീടാണടാ. ഇതെന്ത് കരച്ചിലാടാ? ഞാനല്ല കോളിമ്പല്ലി അറിഞ്ഞതാ. അതിന് നീ ചിരിക്കണ? ഇപ്പൊ കഴിഞ്ഞ ഞാനാ. തുറന്നോട്. സസ്പെൻഷനിലാണല്ലോ. അളിയനെന്താ പാതിരാത്രിയില്ല? നിന്റെ അളിയൻ എന്താ എവിടെ കാര്യം? ഉടനെ പട്ടിയുമായിട്ട് വരണം. ഒരുത്തൻ ജയിലിയാടി, അവനെ മണത്ത് പിടിക്കാനാ. ഞങ്ങൾ വരണോ? ഒരു പട്ടി മതി. എങ്കിൽ ചേട്ടൻ പോയാ മതി. കൊച്ചുണ്ണിയല്ലേ ജയിൽ ചാടിയത്? അത് നിനക്കെങ്ങനെ അറിയാം? അവൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് വരെ ഞങ്ങൾക്കറിയാം. പറ 6 മാസത്തെ ശിക്ഷ തീരാൻ ഒരു ദിവസം ഉള്ളപ്പോഴാത്ത എന്റെ ജയിലിയാടിയത്. ചാതിയൻ, ഉണ്ട ചോർന്ന് നന്ദിയില്ലാത്തവൻ, ആക്രാന്ത ഷേണായി. അല്ല, അതെനിക്കിപ്പോ ഗുണകരമായി. അവനെ തപ്പിപ്പിടിച്ചു കൊടുത്താൽ ഇപ്പൊ എനിക്കൊരു പ്രൊമോഷൻ ഉറപ്പാ. പ്രൊമോഷൻ ഉറപ്പാ? എങ്കിൽ ഞാൻ പറയില്ല. അളിയൻ അങ്ങനെ പ്രൊമോഷൻ കിട്ടണ്ട. അപ്പൊ പട്ടി ഈ പട്ടിയുടെ പണി കള്ളനെ പിടിക്കലല്ല, ബോംബ് പിടിക്കല. ആഹാ, നിങ്ങളുടെ ആരുടെ സഹായമില്ലാതെ ഞാൻ അവനെ പിടിക്കും. എന്നാ പോയി പിടിക്കേ. നിങ്ങളുടെ മൂക്കിന്റെ തുമ്പത്തുണ്ടവൻ. പിടിക്കുവടാ, പിടിക്കും. ഈ പീതാംബരന തൊരപ്പന പിടിക്കും. പിടിച്ചവന്റെ കൂമ്പിനിട്ടിടിക്കും. എന്താ പേര്? അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ്. എന്ത് പറഞ്ഞാലും അടിയോ? എന്ത് അടിമാലി ഫാമിലിയോ? സൗദേവാ, നീ എന്നെ കൈവിടരുത്. വിട്ടാ പിടിച്ചേ, ഞാനിവിടെ നിന്നോളാം. എനിക്കൊന്നും വേണ്ട. ഇവനെ നിർത്തല്ലേ? നീ പട്ടിയുടെ എല്ലാ കാര്യവും നോക്കണം. രാവിലെ പട്ടിയെ കൊണ്ടുപോയി പല്ല് കേൾപ്പിക്കണം, അപ്പിടിപ്പിക്കണം, കുളിപ്പിക്കണം. അപ്പിട്ടില്ലെങ്കിൽ കുളിപ്പിക്കണ്ടല്ലോ. പറഞ്ഞത് കേട്ടാ മതി. പറഞ്ഞ കേൾക്കുന്നുണ്ടെങ്കിൽ പട്ടിക്കനെ ചെയ്തൂടല്ലോ. ഇവിടെ പോലീസ് വരുന്ന സ്ഥലമല്ലേ? എന്നെ ഇങ്ങനെ കണ്ടാലേ അവര് പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. ഞാനെണ്ണില്ല. എണ്ണിക്കോട്ടെ. 1, 2. ഇന്നലെ റെയിൽവേ സ്റ്റേഷനാണോ ഈശ്വര ഞാൻ കടന്നത്? ആരാ? നിങ്ങൾ ഇന്നലെ ചായ മാറ്റി കാപ്പിനിയാക്കില്ലേ? ആ ആളാ കാപ്പിയായി. ആഹാ, ആള് മിടുക്കനായാലോ. ഇപ്പൊ പോലീസ് പോലും കണ്ടാ തിരിച്ചറിയില്ലോ. പോലീസാ? അണ്ണാടി നോക്കി ഞാൻ തന്നെ എന്നോട് ചോദിച്ചു ഞാൻ ആരാണെന്ന്. എനിക്ക് മനസ്സിലായില്ല. ആഹാ, 2 പല്ലും കൂടി എടുത്താലോ? അതിനേക്കാൾ നല്ലത് എന്റെ ശവം എടുക്കണതല്ലേ? मैं जूली को ढूंढने आई हूँ, वो इसके अंदर है. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. കുട്ടി കയറിക്കോ. ഹായ്, ഗുഡ് മോർണിംഗ്. എനിക്കറിയായിരുന്നു രാവിലെ എന്നെ അന്വേഷിച്ചു വരുമെന്ന്. അതാണ് ഈ ലവിന്റെ തിയറിയും എന്റെ സ്പെഷ്യാലിറ്റിയും. ഒന്ന് കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ തോന്നും. मेरी जूली को जल्दी वापस करना. ആരാ? मेरी जूली को जल्दी वापस करना. ബാപ്പ ജോലിക്ക് പോയെന്നാണോ? जूली कहाँ है? ജോലി പുള്ളി പണ്ട് പോലീസിലായിരുന്നു. ഇപ്പൊ കയ്യിലിരിപ്പോണ്ട് സസ്പെൻഷനിലാ. ഭയങ്കര മിടുക്കനാ. हे, मेरे साथ मजाक नहीं करना. मुझे मालूम है मेरी जूली यही है. എന്തുവാടാ? നിനക്ക് മനസ്സിലായില്ല? ഇല്ല. മനസ്സിലായില്ലെന്ന്. ജൂലി എന്നൊരു പെണ്ണെ അകത്തൊളിപ്പിച്ചിട്ടുണ്ടോന്ന്. പെണ്ണോ? ഞാൻ അത്രക്കാരൻ നഹി ഹേ. നിന്റെ അച്ഛനെങ്ങാനും? इसके अंदर कोई लड़की लोग देखी है. मुझे लगता है आप गलती से इधर आए. നിനക്ക് ഹിന്ദിയൊക്കെ അറിയോ? അറിയോന്നോ? കുറച്ചു നാളെ ബോംബെയിലെ ചീഫ് ആയിരുന്നില്ലേ? എന്തിന്റെ ചീഫ്? ചീഫ് അല്ല, ചീഫ് കള്ളൻ. നീ എന്റെ വില കളല്ലേ? छोड़ दो मुझे. सुनो, जूली के बोलते से आपकी बहन है? ഏയ്, പട്ടിയെ നോക്കാൻ വന്നവൻ പട്ടിയെ നോക്കിയാൽ മതി. കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. മാറിക്കങ്ങട്. അവന്റെ ഒരു ഹിന്ദി. ഹി ഈസ് മൈ സർവന്റ്. नौकर? नौकर उसका बाप का माम का पिताजी है. ചുമ്മാ എന്നെ എന്തിനെങ്ങനെ പൊക്കി പറയടേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. പോയി പട്ടി അപ്പിട്ടോ നോക്കടാ. പട്ടി അപ്പിട്ടോ നോക്കാം. പട്ടിയുടെ കുട്ടിയൊന്നല്ല, നീ പോയി നോക്കടാ. सुनो, फिर मिलेगा. हे, मेरी कुतिया को छुपा कर रखने की कोशिश की तो मैं तुम्हारे बारे में पुलिस में कंप्लेन करूंगी. അവളെന്താ പറഞ്ഞെന്നറിയാമോ? എന്നാ ഒക്കെ കെട്ടിച്ചു കൊടുക്കുന്നു. പൊളിക്കും. നിന്റെ അപ്പൂപ്പനെ കെട്ടിച്ചു കൊടുക്കടാ. അയ്യോ, എന്നെ കൊല്ലാൻ പറഞ്ഞു. Stupid. कौन हो तुम? സോറി, എനിക്ക് ഫ്ലാറ്റ് മാറി. എന്റെ അമ്മോ, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. നീ എന്താ ചിരിക്കണത്? നിനക്ക് പേ ഇളകിയ? എനിക്കല്ല, നിന്റെ പട്ടിക്കാണ് പേളയത്. പട്ടിക്കാ? ആ, എടാ, ആ കട്ടിലേക്ക് കിടന്ന് കൊരയോട് കൊര.
കണ്ട അർജുൻ അർജുൻ കണ്ട കണ്ട അർജുൻ കാം കാം മനസ്സിലുള്ള പറ്റിയാണ് കമ്മോത്. ചുമ്മാ ഇരിടാ. ഇതെന്താ ബ്ലാങ്കറ്റിന്റെ അടിയില് പനി ഉണ്ടാവില്ല? ചുമയുണ്ടെന്നൊന്നും കുറക്കണ്ട. അർജുൻ അർജുൻ എടാ ഇത് അവളുടെ പട്ടിയല്ലേ? ഇതിനെ അന്വേഷിച്ചായിരിക്കും അവള് വന്നത്. എടാ ഇത് അവൻ വളച്ചിട്ടുണ്ടോന്നാണ് കേട്ടാ. ദൈവമേ ഇത് പ്രായപൂർത്തിയാകാത്ത പറ്റിയാണ്. ഇത് പീഡന കേസ് ആവൂടാ. അർജുൻ നീ എന്ത് തോന്നിയ കാണിച്ചേ? നീ എന്നെ കുറിച്ച് ഓർത്തോ? നമ്മുടെ അച്ഛനെ കുറിച്ച് ഓർത്തോ? അതെന്തിനാ? നീ മിണ്ടരുത്. ഇത് ഞങ്ങളുടെ ഫാമിലി മാറ്ററാ. ഈ പെൺപട്ടി എങ്ങനെ പ്രഗ്നന്റ് ആയ ഞാൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഈശ്വര ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാൻ ആക്കടാ. ഞാൻ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ജൂലി ജോലി ആവാതിരുന്നാ മതി. ജൂലി നിങ്ങൾ പെണ്ണുങ്ങളല്ലേ നിങ്ങളെ സൂക്ഷിക്കേണ്ടത്. ലിപ് ടു ലിപ് കിസ്സാ ഇതൊക്കെ ചേച്ചി പഠിപ്പിച്ചതാ? ചെവി കക്ഷ. ഇതാണോ നിങ്ങൾ അന്വേഷിച്ച് നടന്ന സാധനം? ജൂലി मेरी जूली को बंद करके इतना तमाशा किया कचरा लोग. കച്ചറ? നീ കച്ചറ എന്ന് പറഞ്ഞ വാക്കിന്ന് എനിക്ക് മനസ്സിലായി നീ പറഞ്ഞ പച്ചത്തറിയാന്ന്. ഞാൻ വെറും കച്ചറയല്ല, മഹാ 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 കച്ചറ. നിനക്കൊരു കാര്യം അറിയോ? ഹേ തും കുത്താ മേം കുത്താ ലവ് ഹേ. क्या? അത് വേണ്ട അത് വേണ്ട അത് വേണ്ട. നിനക്ക് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. तुझे मैं जरूर पुलिस में पकड़ाऊंगी. പോലീസിനെ കൊണ്ട് പക്കിനടിപ്പിക്കുന്നു. മോളെ നീ ഒരു കാര്യം ഓർത്തോ, എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിട്ടല്ല. പിന്നെ അർജുനും ജൂലിയും ഈ മിണ്ടാപ്രാണികളുടെ കാര്യം ഓർത്തിട്ടാ. അവര് കണ്ടു, അടുത്തു, സ്നേഹിച്ചു, ഒരു രാത്രിയിൽ ഒരുമിച്ച് കഴിഞ്ഞു, ഹണിമൂണായി. എന്നിട്ടും തനിക്ക് മനസ്സിലായില്ലേ എനിക്ക് തന്നെ എത്രയേറെ ഇഷ്ടാണെന്ന്? നമ്മുടെ പട്ടികൾക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിട്ടെങ്കിലും നമുക്കൊന്നായിക്കൂടെ? അവർക്കൊരു അച്ഛനും അമ്മയും വേണ്ടേ? चुप बेवकूफ, निकल जाओ यहाँ से. അങ്ങനെ പറയാ. ഹിന്ദി അറിയാമായിരുന്നെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായേനെ. ഹിന്ദിക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഇത്രയേറെ സ്ഥാനമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഹിന്ദി പഠിച്ചേ പറ്റൂ.